ഹായ് ഫ്രാൻസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയുടെ ഫാമിലി സ്റ്റാർ, കുടുംബ പ്രേക്ഷകരുടെ നായകൻ. ഒരു സമയത്ത് അത് നമ്മുടെ ജയറാമേട്ടനായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ജയറാം ഫിലിംസ് വെച്ച് നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായി. എപ്പോഴും ഓർത്ത് വയ്ക്കുന്ന ഒരു ഫിലിമാണ് ഞാൻ ചേട്ടമ്പോ അനിയമ്പോ അങ്ങനെ കുറേ പടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ് സൂപ്പർമാൻ എന്ന് പറഞ്ഞ പടം. 2000-ന് മുമ്പൊക്കെ പടം, 97-ലേക്കാന്ന് തോന്നുന്നു. എനിക്ക് ഒരുപാട് പടങ്ങളുണ്ട്. അനിയമ്പോ ചേട്ടമ്പോ മുതൽ ഒരുപാട് പടങ്ങൾ എടുത്തു പറയാനുണ്ട്. ജയറാമിൻ്റെ മേലപ്പറമ്പിലാണ് വീട്, രാജസ്ഥാനം കൂട്ടിയിട്ട് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട്. അന്ന് ജയറാം പടം കാണുന്നത് ചിരിക്കാം, ചിന്തിക്കാം, പിന്നെ ഫാമിലി വേണ്ട ഏറ്റവും സെഡ് കാര്യങ്ങൾ, ആളെ മാനറിസം തന്നെ വേറെ സാധനമായിരുന്നു. അതിനുശേഷം പിന്നെ കയറി വന്നൊരു നടനാണ് നമ്മുടെ ദിലീപേട്ടൻ. ആ കറക്റ്റ് ആ പൊസിഷനിൽ കയറി വന്ന നടനാണ് ആള്. മെല്ലെ മെല്ലെ വന്നു കോമഡിയിലൂടെ ശരിക്കും നമ്മുടെ മലയാള പ്രേക്ഷകരെ എങ്ങനെ ചിരിപ്പിക്കണം എന്ന്, എങ്ങനെ ചിന്തിപ്പിക്കണം എന്നൊക്കെ, പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സ് കൊണ്ടുവന്ന്, ചാന്തുപൊട്ടും കുഞ്ഞിക്കൂനും പോലത്തുള്ള പടങ്ങൾ കൊണ്ടുവന്ന് ഒരുപാട് മലയാളികളെ ചിരിപ്പിച്ചൊരു നടനാണ് ദിലീപേട്ടൻ. ശരിക്കും ഈ ദിലീപേട്ടൻ്റെ ഒരു കടന്നുവരവ് ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയെ ബാധിച്ചൊരു നടൻ വെച്ച് ജയറാമായിട്ടാണ്. ജയറാം സിനിമകൾ ഒരുപാട് ആ സമയത്ത് ഫ്ലോപ്പായിരുന്നു. കാരണം ആളെ പഴയ മാനറിസം പിടിച്ചു വന്ന ഒരുപാട് പടങ്ങൾ ഇവിടെ വിജയിക്കാതെ പോകുന്നൊരു സംഭവമാണ് കിട്ടിയത്. പിന്നെ തിരിച്ചു വന്നൊരു പടം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അതിനുശേഷം ഭാര്യ എന്താണ്, ഭാര്യ എത്ര പോരതല്ലല്ലോ, ഒരു പടം ഉണ്ട്, ഭാര്യ എത്ര രണ്ടാമത് എന്താ പടം ബൊമ്പ ഹിറ്റായി മാറിയ പടമാണ്. സോഷ്യൽ മീഡിയയിലെ കടന്നുവരവൊക്കെയാണ്. സമയത്ത് കുട്ടികൾ വഴിമാറിപ്പോകുന്നു, ഭാര്യയ്ക്ക് വീട്ടിലൊരു പണിയില്ല എന്നുള്ള രീതിയിലുള്ള കുറേ ഭർത്താക്കന്മാരുടെ കൺസെപ്റ്റൊക്കെ മാറ്റിമറിച്ച് തകിടം പറഞ്ഞൊരു സിനിമയാണ്. അതിനുശേഷം ജയറാമേട്ടന് പിന്നെ ചില ഹിറ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്പേസ് ശരിക്കും ഉപയോഗിച്ച നടൻ ദിലീപായിരുന്നു. വീണ്ടും ചില വീട്ടുകാര്യങ്ങളല്ല, ഭാര്യമാരുടെ ഭാര്യ അത്ര പോരല്ലായിരുന്നു ഒരു മുമ്പ് പടം. എല്ലാവർക്കും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അപ്പം അതിനുശേഷം നമ്മുടെ ആ ഫാമിലി സ്റ്റാർ അങ്ങനെ ദിലീപേട്ടനെ കൈയടക്കി കൊണ്ടുപോവാണ്. പിന്നെ ആ ഒരു കൺസെപ്റ്റ് വിട്ടു. പിന്നെ എല്ലാ പുതിയ നായകന്മാരൊക്കെ വരുന്നത്, എല്ലാ പടങ്ങളും, എല്ലാ ടൈപ്പ് ഓഫ് പടങ്ങളും ചെയ്തു തുടങ്ങി. എല്ലാവരും, പൃഥ്വിരാജ് ആയാലും ജയസൂര്യ ആയാലും അങ്ങനെ എല്ലാവരും, ഫഹദ് ആയാലും ദുൽഖർ ആയാലും ഒക്കെ എല്ലാ ടൈപ്പ് ഓഫ് മൂവീസ് ചെയ്തു തുടങ്ങി. അപ്പം ആ ഒരു കാറ്റഗറി അങ്ങനെ മാറി പോയി. പക്ഷെ ഇപ്പൊ വീണ്ടും ആ ഫാമിലി സ്റ്റാർ എന്നൊരു നായകൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉടലെടുത്തിരിക്കുകയാണ്. വേറെ ആരും എന്നുള്ളത് നമ്മുടെ വയനാട്ടുകാരൻ ബത്തേരിക്കാരനായ സ്വന്തം ബേസിൽ ജോസഫ്. 25-ാം വയസ്സിൽ ആദ്യ സിനിമ സംവിധാനം ചെയ്ത് 100 ദിവസം കളിപ്പിച്ച നടൻ. ആൾ ഇൻഫോസിസിൽ ജോലിയൊക്കെ കളഞ്ഞ് സിനിമയാണ് തൻ്റെ മേഖല എന്ന് മനസ്സിലായി സിനിമയിൽ ഫുൾ ടൈം സജീവമായി. പ്രത്യേകിച്ച് ഫിലിമിൽ ഫാമിലി പരമായിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കലാപരമായിട്ട് വലിയ കഴിവൊന്നുമില്ല. ഒരു കസിൻ ഒരു നാടക നടനൊക്കെ ആയിരുന്നു. പയ്യപ്പള്ളി കുഞ്ഞിത്തോമ. രാഷ്ട്രീയ കലാപാരമ്പര്യമൊന്നും ആൾക്കില്ല. അങ്ങനെ ആളൊരു പാഷനാണ്. ഇൻഫോസിസിൽ നല്ലൊരു ജോലി ഒഴിവാക്കിയിട്ട് ആൾ നല്ല ഷോർട്ട് ഫിലിമുകൾ 2012 5-6 ഷോർട്ട് ഫിലിം എടുത്തു. അതിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് പടം സഹ സംവിധായകനായിട്ട് നമ്മുടെ വിനീതേട്ടൻ്റെ ഒപ്പമാണ്. തിരേന്ദ്ര മൂവി നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നൊരു പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. ശോഭനയുടെ തിരിച്ചൊരു മൂവി ആയിരുന്നത്. പക്ഷെ പടം അധികം ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റിയില്ല. പക്ഷെ ഒരു നൈസ് മൂവി ആയിരുന്നത്. അത് ആ പടത്തിൻ്റെ സഹസംവിധായകനായിട്ടാണ് ബേസിൽ സിനിമയിലേക്ക് വരുന്നത് വിനീതേട്ടന്. ആ വിനീതേട്ടനെ വെച്ചിട്ടാണ് ആദ്യ പടം സംവിധാനം ചെയ്ത് 100 കോടി അടിച്ച് കുഞ്ഞിരാമായണം എന്നൊരു പടത്തിലൂടെ ആള് 100 കോടി പടം ആശാന വെച്ച് പടം ചെയ്തിട്ട് 100 കോടി അടിപ്പിച്ചു. അതിനുശേഷം ഗോദ, മിന്നൽ മുരളി, 3 പടങ്ങൾ, 3 ഹിറ്റ് സാധനങ്ങളാണ്. പിന്നെ ആള് സംവിധാനത്തിന്റെ അപ്പുറത്ത് ഫാമിലി സ്റ്റാറിലേക്ക് എത്തുന്നത് ഭയങ്കര സംഭവമാണ്. ഈ നെറ്റ്ഫ്ലിക്സിൽ ഞെട്ടിച്ചൊരു പടമാണ് മിന്നൽ മുരളി. വെച്ചാൽ നമ്മുടെ സാധാരണക്കാരനായൊരു സൂപ്പർ ഹീറോ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തന്നൊരു പടമാണ് ഇത്. വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് മലയാളി സൂപ്പർ ഹീറോ. അപ്പം ആ രീതിയിൽ നല്ല രീതിയിൽ വരും. ഗോതയായാലറിയാം, ഒരു നാട്ടിലെ അത്രയും പാഷനേറ്റീവായിട്ടുള്ള കുറച്ച് ആളുകൾ ഗുസ്തി സംഭവമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. പടം കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് പോകുന്നില്ല. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവിയാണ് മിന്നൽ മുരളി. ഇത് വേറൊരു മൂവിയാണ്. കുഞ്ഞിരാൻ എന്ന് വെച്ചാൽ ദേശം എന്നൊരു സ്ഥലത്ത് നടക്കുന്ന കുറച്ച് ആളുകളുടെ ചിന്താഗതികളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു മൂവി. 3 നൈസ് മൂവി ആയിരുന്നു. ഓരോ ഓണക്കാലം അടിച്ചുകൊണ്ടായ പടമായിരുന്നു. കുഞ്ഞിരാമായണത്തിലെ ക്ലൈമാക്സ് നമ്മൾ മറക്കില്ല. അങ്ങനെ ആള് നടനായി, സംവിധായകനായി, നടനായി നമ്മളെ ഞെട്ടിപ്പിച്ചു. ഒരുപാട് പടങ്ങൾ ആൾ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പടങ്ങൾ. ഈ പെട്ടെന്ന് ഓരോ മനോഹരത്തിലെ പ്രഭു എന്നുള്ള ക്യാരക്ടറൊക്കെയാണ് പണ്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഒന്ന് ചെയ്തൊരു പടമാണ് ഫാൽത്തു ജാൻവർ, നൈസ് മൂവി. അതുപോലെ തന്നെ
ജാനമല്ല ജോയ്മോൻ, അതുപോലെ തന്നെ ജയൽ രാജേഷ്, ഫാലിമീൽ അരുൺ, അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ഇപ്പോൾ നുണക്കുഴി എന്ന പടത്തിൽ ജിത്തി ജോസിൻ്റെ ഒരു പട സംവിധാനം ജിത്തി ജോസ് പടത്തിൽ വരും. എനിക്ക് ഗുരുവായൂർ അമ്പലനടയിലൊക്കെ തകർത്ത് ചെയ്തുള്ള പടമാണ് ബേസിൽ. ശരിക്കും ഒരു ബേസിൽ മൂവിയാണ് ശരിക്കും ഇത്. പൃഥ്വിരാജേട്ടൻ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അതല്ല, പക്ഷെ ബേസിലാണ് ആ പടത്തിലെ ഒരു ഭയങ്കരമായിട്ടുള്ള കുറെ സംഭവങ്ങൾ പിടിച്ചെടുത്ത സാധനം. ജാനമ്മേൻ്റെ അറിയാം, ഒറ്റപ്പെടലുകളിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ നിന്ന് അടിച്ചു വിളിക്കുക, ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന ഒരാളുടെ മാനസികാവസ്ഥ സിമ്പിളായിട്ട് കഥ പറയുന്നുണ്ട്. ആളാ ഒരു സീനിൽ പറയുന്നുണ്ട്. അത് അറിയാണ്ട് തന്നെ സിനിമയെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാശുള്ള സമയത്ത് ഒരുപാട് പേരല്ലാതെ എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ഡയലോഗ് ഉണ്ട്, ഭയങ്കര സംഭവമായിട്ട്. പാൽത്തു ജാനുവറിലെ ആ ക്യാരക്ടർ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ശരിക്കും നന്മ നിറഞ്ഞൊരു ക്യാരക്ടറാണ് അത്. ആ നാട്ടിൻപുറത്ത് മൃഗങ്ങളെ അയാൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആ ക്ലൈമാക്സ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അതുപോലെ പാൽത്തു ജാനുവറി ഫാലിനി അച്ചാച്ചൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒക്കെ മുന്നിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അതൊക്കെ ഈ പടങ്ങൾ എല്ലാ പടങ്ങളും ആൾ ചെയ്ത പടങ്ങളൊക്കെ ഒന്നിരുന്നു പണ്ട് ചെയ്ത ഒരുപാട് പടങ്ങൾ. കൂട്ടുകാരനായിട്ടും അതുപോലെ തന്നെ നായകൻ്റെ കൂട്ടുകാരനായിട്ട് ഗൗതമിൻ്റെ രഥാന്ന് തോന്നുന്നു ഒരു പടത്തിൽ സീന്. ഒരുപാട് പടങ്ങളുണ്ട്. പിന്നെ കമ്മിണി ഒരു പാട്ടുകാരൻ റോൾ ചെയ്തിട്ടുള്ളൊരു ഒരുപാട് പടങ്ങൾ ആൾ ചെറിയ ചെറിയ മായാമോഹിനി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്ന് ഇപ്പോൾ നായകൻ ഇപ്പോൾ വേറെ ബേസിൽ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മളിലേക്ക് വളർന്നു ബേസിൽ. അപ്പോൾ അതാണ് ബേസിൽ. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഹാർഡ് വർക്കിലൂടെ വന്നൊരു ആക്ടറാണ്, ഡയറക്ടറാണ്. ഈ ഒരുപാട് നല്ല പടങ്ങളുടെ ഭാഗമാകാൻ പറ്റട്ടെ. ഇപ്പോൾ ഡയറക്ടർ ഉപരി ആള് ആക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 25-ാമത്തെ വയസ്സിൽ 100 കോടി സിനിമ സംവിധാനം ചെയ്ത സംവിധായകൻ, നടനായിട്ട് 100 കോടി ക്ലബിൽ ഗുരുവായൂർ അമ്പലനടയിലെത്തി 100 കോടി തിളക്കവുമായി മലയാള സിനിമയുടെ ഭാഗമായി മാറിയിരിക്കുന്ന ബേസി ജോസഫിന് ഇനി ഒരുപാട് നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഇതുപോലെ മറ്റൊരു നടൻ്റെ ഡീറ്റെയിൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും വരാം. മുകേഷ് ബൈ.